ആദ്യ സ്പന്ദനം നമ്മൾ കേട്ടിട്ടുണ്ടിരിക്കുന്ന ആശയം പറഞ്ഞാൽ കുറച്ച് മുമ്പാറ ജമിച്ചൻ കാറ്റണ്ടോം എൻ്റെ ഓർഗനൈസറായ ജോസഫ് ഇവിടെ പ്രിയപ്പെട്ട സഹോദരന്മാരെ നമ്മളെ കാണുമ്പോഴേക്കും എൻ്റെ ഹൃദയം ഒത്തിരി ജ്വലിക്കുകയാണ്. കാരണം സഭയ്ക്ക് വേണ്ടി മരിക്കാൻ പോലും തയ്യാറായി ഇതെല്ലാം ത്യാഗങ്ങൾ ഏറ്റെടുത്തുകൊണ്ടിരിക്കുന്നവരാണ് നിങ്ങൾ. അപ്പോൾ സഭയുടെ ശക്തി നിങ്ങളിലൂടെ പ്രവർത്തിക്കുന്നത് കാണുമ്പോഴേക്കും ഒരുപാട് ആവേശം തന്നെ നിങ്ങളിൽ നിന്ന് വളർന്നുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നതിനെ പ്രത്യേകമായിട്ട് നിങ്ങളെല്ലാം അഭിനന്ദിക്കുകയാണ്. നമുക്ക് ഏറ്റവും പ്രിയങ്കരനായ വിശുദ്ധനെ വിളിക്കേണ്ടതായിട്ട് വരും. വിശുദ്ധ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ അനുസ്മരണത്തിനെ സ്നേഹസ്മരണയ്ക്കായി നമ്മൾ ഒരുമിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് എത്ര പറഞ്ഞാലും എത്ര ചിന്തിച്ചാലും തീരാനാവാത്ത ഒരുപാട് ഓർമ്മകളാണ് നമ്മുടെ എല്ലാ ജനബോഡികളുടെ മുഴുവൻ്റെയും മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നത്. അതൊക്കെ ഈ ദിവസങ്ങളെല്ലാം നമ്മൾ കാണുകയും കേൾക്കുകയും ചെയ്തിരുന്നവരാണ്. 2000 വർഷങ്ങൾക്ക് മുമ്പ് ദൈവമായ കർത്താവ് ഉയർത്തെഴുന്നേറ്റ് തൻ്റെ സർക്കാരോടൊക്കെ മുമ്പായിട്ട് തൻ്റെ പ്രിയപ്പെട്ട സിയന്മാരെ 12 പേരെയും ദിവസകാലത്തിൽ വിളിച്ചു കൂടി. അവരെ പ്രത്യേകമായിട്ട് നിർദ്ദേശം നൽകിക്കൊണ്ട് അവിടെ ഹൈറാർക്കി സ്ഥാപിക്കുകയാണ്. കർത്താവ് ഭൂമിയിൽ സ്ഥാപിച്ച സഭ ഒരു ഹൈറാർക്കി ഓർഡറായിട്ട് ലോകത്തിൻ്റെ അവസാനം വരെയും ഭൂമിയിൽ നിലനിൽക്കണം. ആ ഹൈറാർക്കിയുടെ തലവനായിട്ട് കർത്താവ് ഏറെ സ്നേഹിച്ച തൻ്റെ പരിസര ശിഷ്യനായ പത്രോസിനെ ചുമതലപ്പെടുത്തുകയാണ്. ആ ചുമതലപ്പെടുത്തുന്നതിന് മുമ്പ് ചോദിച്ചു, നീ എന്നെ സ്നേഹിക്കുന്നുവെന്ന്. 1 അല്ല 2 അല്ല 3 പ്രാവശ്യം ചോദിച്ചു. അതിനെല്ലാം പത്രോസ് മറുപടി പറഞ്ഞു. കർത്താവ് പത്രോസ്, നീ എൻ്റെ ആടുകളെ മേയിക്കുക. ആ 3 പ്രാവശ്യം എൻ്റെ ആടുകളെ മേയിക്കുക എന്നുള്ള ദൈവനാഥൻ്റെ ആ ആഹ്വാനം, ആ കൽപ്പന, അത് ഹൈറാർക്കി സ്ഥാപിക്കുക. നീ 12 പേർ തലവനായിട്ടുള്ള സഭയുടെ ഹൈറാർക്കി, ആ തലവനെ കർത്താവ് അവിടെ നിശ്ചയിച്ച് സഭയെ ഏൽപ്പിക്കുകയായിരുന്നു. ആ തലവനായ പത്രോസ് 1, 2 എണ്ണാൻ തുടങ്ങിക്കഴിഞ്ഞാൽ 285 പേരെയും പിന്നിട്ട് 286 പത്രോസിൻ്റെ സ്ഥാനത്ത് എത്തിച്ചേർന്ന വിശുദ്ധനായ മാർപ്പാപ്പയാണ് നമ്മെ വേറിട്ട് പോയിട്ട് ഒരാഴ്ച കഴിയുന്നത്. ആ മാർപ്പാപ്പയുടെ സ്മരണയെ എത്ര എല്ലാവരുടെ ഹൃദയത്തിൽ നിറഞ്ഞ് കവിയുകയാണ്. നമുക്ക് എല്ലാവർക്കും നിങ്ങൾ പൊതുവായിട്ടൊന്നും പറയാനില്ല. ഈ ദിവസങ്ങളിൽ നമ്മൾ കാണുകയും കേൾക്കുകയും അനുഭവിക്കുകയും ചെയ്തിട്ടുള്ള കാര്യങ്ങളൊന്നും ഇങ്ങനെ പുതിയതായിട്ടൊന്നും പറയാനില്ല. ഓർമ്മ വരുന്ന ചിലതിങ്ങനെ അയവരച്ച് പോകുന്നതെന്ന് മാത്രം. മാർപ്പാപ്പയായിട്ട് ഫ്രാൻസിസ് മാർപ്പാപ്പ തിരഞ്ഞെടുക്കപ്പെട്ട് ഏതാണ്ട് 2-3 മാസം കഴിഞ്ഞപ്പോഴാണ് അവിടെ റൂമിലെ ഒരു പരിപാടി പങ്കെടുക്കാൻ ചെന്നപ്പോഴേക്കും മാർപ്പാപ്പ വളരെ ഒരു വേദനിക്കുന്നൊരു കാഴ്ച കാണുകയാണ്. ഒരു യുവാവ് ന്യൂറോ എബ്രാറ്റിക് എന്ന് പറയുന്ന ഒരു ചർമ്മരോഗം ബാധിച്ചൊരു യുവാവ്, അതായത് ശരീരം മുഴുവനും മുഖവും മറ്റെല്ലാ ശരീരഭാഗങ്ങളും കുരുക്കളും മുഴകളുമായിട്ട് വികൃതമായിരിക്കുന്നൊരു മുഖം. ആ ശരീരം മുഴുവനും കുരുക്കളും മുഴകളുമാണ്. അതിൽ നിന്ന് ഒലിക്കുന്ന അഴുക്കുകളും അതിൻ്റെ ദുർഗന്ധവും ഇതെല്ലാം കൂടിയുള്ള മനുഷ്യനെ മാർപ്പാപ്പ കാണുകയാണ്. കാണുന്ന മനുഷ്യർ ഒരു നോക്ക് കാണും, പിന്നെ മുഖം തിരിച്ചു കളയും. അതാണ് ആ രോഗിയുടെ അവസ്ഥ. ഈ മനുഷ്യനടുക്കിലേക്കാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ കടന്നു ചെന്ന് കെട്ടിപ്പിടിച്ച് മുഖത്ത് ഉമ്മ വയ്ക്കുകയാണ്. ലോകം മുഴുവനും ഈ കാഴ്ച കണ്ട് അമ്പരപ്പോടെ ചിന്തിക്കുകയാണ്, ഈശോമിശിഹാ വീണ്ടും മനുഷ്യനായി പറഞ്ഞിരിക്കുകയാണോ എന്ന്. അതായത് ഒരു മനുഷ്യൻ സ്വന്തം കുടുംബാംഗങ്ങൾ പോലും ചെയ്യാൻ മടിക്കുന്ന ആ ഒരു അരുവാർന്ന കൃത്യമാണ് മാർപ്പാപ്പ ചെയ്തത്. ശരീരം മുഴുവനും വ്രണങ്ങളും കുരുക്കളും മുഴകളുമായിട്ട് വികൃതമായിരിക്കുന്ന ആ കോലം അന്ന് പടത്തിൽ കണ്ടത് ഞാൻ ഓർക്കുകയാണ്. വികൃതമായ പടത്തിൽ തന്നെയാണ് നമ്മൾ ഉന്നെ നോക്കാൻ സാധിക്കും. അത്രമാത്രം വികൃതമായൊരു കോലം. ആ മനുഷ്യൻ അടുക്കളിക്കുന്നതാണ്. ആ മനുഷ്യൻ ദൈവത്തിൻ്റെ പുത്രനായിട്ട് മാർപ്പാപ്പ കാണുകയാണ്. കെട്ടിപ്പിടിച്ച് കവളത്ത് ഉമ്മവിക്കുന്നു. ലോകം മുഴുവനും മാർപ്പാപ്പ ആരാണെന്ന് കവർന്നെടുത്ത ഒരു വലിയ സംഭവമായിരുന്നു. ഈ പുതിയ മാർപ്പാപ്പ ആരാണെന്ന്
അങ്ങനെ അതായിരുന്നു എനിക്ക് തോന്നുന്നു മാർപ്പാപ്പയുടെ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആ ജപാല ശുശ്രൂഷയിൽ വളരെ ശ്രദ്ധേയമായിട്ടുള്ള ആദ്യത്തെ പ്രവൃത്തി. പിന്നീട് അങ്ങനെ ഓരോന്ന് പോകുമ്പോൾ മാർപ്പാപ്പ ഒരു ദിവസം ഒരു ഇതുപോലെ മീറ്റിംഗ് പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്കാണ് അവിടെ മാർപ്പാപ്പയുടെ സെക്യൂരിറ്റിക്കാർ ബ്ലാക്ക് ക്യാറ്റ്സ് ഒരുപാട് പേരുടെ ഇടയ്ക്ക് തന്നെയും അവിടെ താഴെ വരുന്ന ഒരു ദിവസം പതുക്കെ വെച്ച് നടക്കാൻ പറ്റുന്ന ഒരു കൊച്ച സ്റ്റേജിലേക്ക് പതുക്കെ കയറി വന്ന് അപ്പോൾ ഈ ബ്ലാക്ക് ക്യാറ്റ്സുകാരുണ്ട് അവരോട് മാർപ്പാപ്പ കൈവിടാണ് കുഞ്ഞാണ് തുടരണ്ട സാർ അവർ വന്ന് എല്ലാം പ്രൊട്ടക്ഷൻ കൊടുക്കണം മാർപ്പാപ്പയ്ക്ക് കൊടുക്കില്ല അവർ ഓടി വന്നു മാർപ്പാപ്പയുടെ കൈവിടാണ് അതൊന്നും ചെയ്യുന്നത്. ആ കുഞ്ഞ് വന്ന് മാർപ്പാപ്പയെ കെട്ടിപ്പിടിച്ചു. മാർപ്പാപ്പ സന്തോഷത്തോടെ അവനെ എടുത്ത് എക്കിൽ വെച്ച് എളിയെ വെച്ചപ്പോൾ ഞാൻ കൊച്ചൻ്റെ മാർപ്പാപ്പയുടെ തൊപ്പ് ഊരിയെടുത്തു. മാർപ്പാപ്പയുടെ തൊപ്പ് ഊരിയെടുത്ത് അവന് കളിപ്പാട്ടായിട്ട് ഉപയോഗിക്കാൻ തുടങ്ങി. അപ്പോഴേക്കുമാണ് എൻ്റെ മാതാപിതാക്കാരൻ്റെ ദൂരെ ഉണ്ടായിരുന്ന അവർ പതുക്കെ വന്ന് സേവിക്ക് കയറാൻ പറഞ്ഞ് ചെയ്യുന്നത് ആ കുഞ്ഞിനെ അനുഗ്രഹിച്ച് അവരെ തലയിൽ വെച്ച് അനുഗ്രഹിച്ചുള്ളത് പറയണം. അപ്പോൾ ഒരു മാർപ്പാപ്പയുടെ ആ നമ്മുടെ ഹൃദയത്തിൻ്റെ ആ വാത്സല്യം കവിഞ്ഞൊഴുകുന്ന ഒരു രംഗങ്ങളായിരുന്നു. ചരിത്രം എഴുതി വയ്ക്കുന്ന കഥയെഴുത്തല്ല, ലോകം കണ്ട കാഴ്ചകളായിരിക്കും. മാർപ്പാപ്പ പലപ്പോഴും പറയുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു, നമ്മളാരും മതിലുകൾ പൊളിച്ചു കളയണം, പാലങ്ങൾ പണിയണം. നമ്മുടെ വീട്ടിൽ പിള്ളേരെ മതിൽ പൊളിച്ചു കളയാനല്ല, നമുക്കറിയാല്ല. മതിൽ എന്ന് പറയുന്നത് മതി ഇതിലെ ഇതിന് ആരും വരണ്ട, ഇത് ഞങ്ങൾക്കുള്ളതാണ്, ഇതിലെ ആരും വരണ്ട, മതി ഇതിലെ അതാ മതിൽ. അപ്പം അങ്ങനെ ഈ മതി കെട്ടി ആരെയും അകറ്റി നിർത്തണ്ട, എല്ലാവരും വരണം, ആരും അകറ്റി നിർത്തില്ല. നിരീശ്വരവാദിയായാലും വേണ്ടില്ല, സ്വർഗഭോഗികളായാലും വേണ്ടില്ല, കന്യാസ്ത്രീകൾക്ക് പട്ടം കൊടുക്കുന്നു പറഞ്ഞ് വരുന്നവരായാലും വേണ്ടില്ല, ഭീകരപ്രവർത്തകരായാലും വേണ്ടില്ല, ആരായാലും വേണ്ടി എല്ലാവരും വരണം. മതി ഇതിലെ മതിലുകളെല്ലാം പഠിച്ചു കളയണം. എല്ലാവരെയും മാർപ്പാപ്പ സ്വീകരിച്ചിട്ട് അവർ വരെ പ്രശ്നങ്ങൾ കൊണ്ടുവന്ന് സാധിച്ചു കൊടുക്കുക എന്നുള്ളതല്ല, അതെല്ലാം സാധിച്ചു. പക്ഷേ എല്ലാവരെയും അനുഗ്രഹിച്ച് ആശീർവദിച്ച് പറഞ്ഞിരിക്കണേന്ന്. അപ്പോൾ അവർക്ക് സമാധാനമായി. അതുപോലെ തന്നെ എല്ലാവരും പാലങ്ങൾ പണിയണം, മതിലുകൾ പൊളിച്ചു കളയണം, പാലങ്ങൾ എല്ലാവരുമായിട്ട് ബന്ധം പുലർത്തണം. എല്ലാ തരത്തിലും, എല്ലാ പ്രായത്തിലും, എല്ലാ വിഭാഗത്തിലും, എല്ലാ മതത്തിൽപ്പെട്ട എല്ലാവരുമായിട്ട് പാലങ്ങൾ പണിയുക, അങ്ങോട്ട് പോവുക, അവരുമായിട്ട് ഇടപെടുക, അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കുക, ദുഃഖങ്ങൾ മനസ്സിലാക്കുക. ഇതാണ് മാർപ്പാപ്പയുടെ മനസ്സിൽ കിടക്കുന്ന ആ പ്രവർത്തന പരിപാടികളുടെ ഏകദേശം മാർപ്പാപ്പ പലപ്പോഴും പറയാറുള്ളത്. മതിലുകൾ പണിയണ്ട, പാലങ്ങൾ പണിയണം. ഇങ്ങനെ പോകുന്ന ആ മാർപ്പാപ്പയാണ് നമുക്കറിയാം 38 ദിവസം ജമലി ആശുപത്രിയിൽ കിടന്ന അവസരത്തിൽ ഗുരുതരമായ അവസ്ഥയായിരുന്നു. ആരും തന്നെ പ്രതീക്ഷിച്ച് കാണുകയില്ല മാർപ്പാപ്പ ജീവനോടെ തിരിച്ചു വരുമെന്ന്. കാരണം നമുക്കെല്ലാം നമ്മളെല്ലാവരും ആ ദിവസങ്ങളിൽ മിക്കവാറും ശ്രദ്ധിച്ചുകൊണ്ടിരുന്ന വാർത്ത മാർപ്പാപ്പയുടെ അവസ്ഥ ഗുരുതരാവസ്ഥയിലാണെന്നുള്ളതായിരുന്നു. അപ്പോൾ മാർപ്പാപ്പ തിരിച്ചു വരുമെന്നുള്ള പ്രതീക്ഷ അവർക്ക് ഉണ്ടായിരുന്നില്ല. പക്ഷേ മാർപ്പാപ്പ തിരിച്ചു വന്നു. രണ്ടാഴ്ച കഴിഞ്ഞാണ് ആ ഈസ്റ്ററിൻ്റെ ആ വെള്ളിയാഴ്ചത്തെ പരിപാടികൾ സജീവമായിട്ടല്ലെങ്കിലും ഭാഗികമായിട്ട് പെസഹ മുതലുള്ള ഈസ്റ്റർ വരെയുള്ള പരിപാടികളിൽ ഭാഗികമായിട്ട് മാർപ്പാപ്പ പങ്കെടുക്കുകയും ചെയ്ത് ഞായറാഴ്ച കുർബാന കഴിഞ്ഞ സമയത്താണ് മാർപ്പാപ്പ ആ മൊബൈൽ വാനിൽ ആ സെൻറ്റ് പീറ്റേഴ്സ് സ്ക്വയറിൻ്റെ ആ ലക്ഷക്കണക്കിന് ജനങ്ങൾ പങ്കെടുക്കുന്ന സെൻറ്റ് പീറ്റേഴ്സ് സ്ക്വയറിൻ്റെ 4 ദിവസത്തേക്കും ആ മൊബൈൽ വാനിയുടെ എല്ലാവരെയും കൈകൾ കാണിച്ച് ആശംസ അർപ്പിച്ച് എല്ലാവർക്കും ആശംസയെ സമാധാനം നേർന്ന് അങ്ങനെ ആ സെൻറ്റ് പീറ്റേഴ്സ് സ്ക്വയറിൻ്റെ 4 വഴികളിലേക്ക് മാർപ്പാപ്പ മൊബൈൽ വാനിയുടെ എല്ലാവരെയും കണ്ട് എല്ലാവർക്കും കൈകൾ നീട്ടി ആശംസകൾ അർപ്പിച്ച് എന്താ ഇതിൻ്റെ അർത്ഥം? കർത്താവ് പത്രോസിനെ എന്നെ ആടുകളെ മേയ്ക്കാന്നുള്ള ആ ദിവനാഥൻ്റെ വലിയ സ്വരം മാർപ്പാപ്പയ്ക്ക് അറിയാമായിരുന്നു. ആശുപത്രി കിടന്ന് മരിക്കില്ലെന്ന്. ആശുപത്രി കിടന്ന് മരിക്കുകയാണെങ്കിൽ ആരെ കാണും? ആ ശുശ്രൂഷിക്കുന്ന ഡോക്ടർമാരെ, നഴ്സുമാരെ, ആരെയും അല്ലാതെ വേറെ ആരെയും കണ്ട് മരിക്കാൻ പറ്റില്ല. പക്ഷെ അത് മാർപ്പാപ്പയുടെ മനസ്സിൻ്റെ ആ ധൈര്യം കൊണ്ടൊരു ആഗ്രഹമായിരുന്നു എന്ന് വേണം പറയാൻ. ഇത്രയും ഗുരുതരമായ അവസ്ഥയിൽ ആശുപത്രി കിടന്നിട്ടും അവിടെ നിന്ന് ആൾ സുഖം പ്രാപിച്ച് നാട്ടിലേക്ക് വന്ന് സ്വന്തം നേരത്തെ താമസിക്കുന്ന ആ പാർപ്പിടത്തിലേക്ക് വന്ന് ഈസ്റ്റർ ഞായറാഴ്ച ആ 10,000-കണക്കിന് ജനം തടിച്ചുകൂടിയിരിക്കുന്ന സെൻറ്റ് പീറ്റേഴ്സ് സ്ക്വയറിൻ്റെ 4 ദിവസത്തേക്കും മൊബൈൽ കാണിച്ച് എല്ലാവരും കൈകൾ കാണിച്ച് ആശംസകൾ പറഞ്ഞ ശേഷം ആ മാർപ്പാപ്പ പിറ്റേ ദിവസം ആ നേരമായപ്പോഴേക്കും സ്വർഗത്തിലേക്ക് പറന്നു പോവുകയാണ്. അപ്പം ജനത്തിൻ്റെ നടുവിൽ ജീവിക്കാൻ, ജനഹൃദയങ്ങളുടെ വേദന ഒപ്പിയെടുക്കാൻ, അവരുടെ സന്തോഷത്തിനും ദുഃഖത്തിനും പങ്കുചേരാൻ മാർപ്പാപ്പ ഹൃദയത്തിൻ്റെ ആ
വലിയ ദാഹമാണ് മാർപ്പാപ്പയുടെ ആ മരണത്തിന് മുമ്പ് തലേദിവസം ഈസ്റ്ററിൻ്റെ അന്നത്തെ ആ ആശംസ ജനത്തിന് നടുവിലൂടെയുള്ള ആ യാത്രയും ആ രാത്രി മാർപ്പാപ്പ നേരത്തുമ്പോഴേക്കുള്ള സ്വർഗത്തിലേക്കുള്ള വളർന്നു പോകുന്നു. ആ ഹൃദയത്തിൻ്റെ ആ വലിയ ആഗ്രഹം ദൈവം നിറവേറ്റി. നമ്മുടെ സഭയെ സംബന്ധിച്ചിടത്തോളം ഇത്രമാത്രം വ്യക്തിപരമായി സ്നേഹിച്ച ഒരു മാർപ്പാപ്പ നമ്മുടെ സഭയെ അങ്ങേയറ്റം വളർത്താൻ ആഗ്രഹിച്ചു. നമ്മുടെ സഭ എന്നും വളർന്ന് വിരാജിക്കുന്ന മാർപ്പാപ്പ ആഗ്രഹിച്ചു. അതുകൊണ്ടാണ് ഇവിടുത്തെ ഈ അനുസരണമില്ലായ്മയുടെ പ്രശ്നം പോലുണ്ടാകുന്ന വിപത്തുകളിൽ ദുഃഖിതനായ മാർപ്പാപ്പയാണ് 3 പ്രാവശ്യം നമ്മുടെ ഈ എറണാകുളം അങ്കമാലി അതിരൂപതയ്ക്ക് വേണ്ടി മാത്രം പ്രത്യേകം എഴുത്തെഴുതി ഇവിടുത്തെ വൈദികർക്കും മെത്രാനും ജനങ്ങൾക്കും വേണ്ടിയിട്ട് ഒരു പ്രാവശ്യം വീഡിയോ സന്ദേശം വായിച്ചു. അങ്ങനെ ഈ രൂപതയ്ക്ക് മറ്റ് ലോകത്ത് ഇന്നുവരെ ഒരു മാർപ്പാപ്പയും ഒരു രൂപതയ്ക്ക് വേണ്ടി പ്രത്യേകം ഇങ്ങനത്തെ സ്റ്റെപ്പെടുക്കാറില്ല എന്നാണ് ഞാൻ അറിയുന്നത്. ഈ എറണാകുളം അങ്കമാലി അതിരൂപതയ്ക്ക് വേണ്ടി മാത്രം മാർപ്പാപ്പ പ്രത്യേകം സ്റ്റെപ്പെടുത്തുകൊണ്ട് ഇതിനെ എങ്ങനെയെങ്കിലും ഒരു ശരിയായ വഴിയിലേക്ക് കൊണ്ടുവന്ന് മറ്റ് 34 രൂപതകളോടൊപ്പം എറണാകുളം അങ്കമാലി അതിരൂപതയെ നിരത്തണം എന്നുള്ള ആ ഒരു പൈതൃകമായ ദാഹമായിരുന്നു. ആ ദാഹം ശ്രമിക്കാതെയാണ് മാർപ്പാപ്പ മാറ്റമടയേണ്ടി വന്നത്. മാർപ്പാപ്പയുടെ അവസാനത്തെ ആഗ്രഹമായിരുന്നു ഈ എറണാകുളം അതിരൂപത ഒരിക്കലും ഭിന്നിച്ച് നിൽക്കരുത്, മറ്റു രൂപതകളോടൊപ്പം സഹകരിച്ച് പോകണമെന്നുള്ള മാർപ്പാപ്പയുടെ ആഗ്രഹമായിരുന്നു. അത് സാധിക്കാതെ മാർപ്പാപ്പ ആ വലിയ ദാഹം ശ്രമിക്കാതെ കടന്നുപോയി. പക്ഷേ സ്വർഗത്തിലിരുന്നുകൊണ്ട് ആ വിശുദ്ധനായ പാപ്പ നമ്മുടെ സഭയ്ക്ക് വേണ്ടി തീർച്ചയായിട്ടും മധ്യസ്ഥം വഹിക്കും. ഇവിടുത്തെ പ്രശ്നങ്ങൾ വിശുദ്ധ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ മധ്യസ്ഥത്താൽ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നമുക്കതിനുവേണ്ടി പ്രാർത്ഥിക്കാം. പിന്നെ നമ്മളൊരു കാര്യം, മാർപ്പാപ്പ ഇന്ന് നമുക്ക് നേരത്തെ അറിയാം, ഈ പലപ്പോഴും ഈ വിവാഹ സംബന്ധമായിട്ട് ഈ പലരും പല കാരണത്താൽ വിവാഹം പേടിച്ചു പോകുന്ന സാഹചര്യത്തിൽ വേർപെടുത്തി വിവാഹം കോടതി വഴി അരമന കോടതി വഴി വേർപെടുത്തുന്ന ആ ഒരു ക്രമമുണ്ട്. പക്ഷെ അത് ഈ ഫ്രാൻസിസ് മാർപ്പാപ്പ വരുന്നതിന് മുമ്പ് 2 കൊല്ലം 3 കൊല്ലം ഒക്കെ എടുക്കും. വിവാഹ കോടതിയിലേക്ക് അപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ അത് നടന്നു വരാൻ വേണ്ടി 2-3 കൊല്ലം എടുക്കുമായിരുന്നു. പക്ഷേ ഫ്രാൻസിസ് മാർപ്പാപ്പ വന്ന ശേഷം അത് വളരെ ലളിതമാക്കി അതിൻ്റെ പ്രോസസ്സ്. അതായത് അതിൻ്റെ സിവിൽ കോടതി ഫാമിലി കോടതിയിൽ നിന്നുള്ള ആ സാക്ഷ്യം കിട്ടിക്കഴിഞ്ഞാൽ അതുകൊണ്ട് ആ ഫാമിലി കോടതിയിൽ നിന്നുള്ള സാക്ഷിയോട് കൂടി വേണം വിവാഹ കേസുകൾ, ഇങ്ങനെ വിവാഹം വേർപെടുത്തേണ്ടി വരുന്ന കേസുകൾ അരമന കോടതിയെ സമർപ്പിക്കാൻ 2 മാസമാണ് അത് സോൾവ് ചെയ്ത്. അതായത് ആദ്യം ഇപ്പം നമ്മുടെ ഒരാളെ അതിരൂപതയിൽ ഒരു കേസ് വിധി വന്നു കഴിഞ്ഞാൽ ഈ വിധി ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കില്ല, അത് അടുത്ത ഏതെങ്കിലും രൂപതയിലേക്ക് അപ്പീൽ കൊടുക്കണം. അപ്പീലിന് ശേഷം ആയിരിക്കും ആ അപ്പീൽ ലഭിക്കുന്ന കോടതിയുടെ വിധി പ്രകാരമായിരിക്കും അത് ഫൈനലായിട്ട് തീരുമാനിക്കുക. അങ്ങനെയായിരുന്നു ഫ്രാൻസിസ് മാർപ്പാപ്പ വരുന്നതിന് മുമ്പുള്ള ആ പ്രോസസ്. അങ്ങനെയായിരുന്നു. ഇവിടെ കോടതി വിധി വന്നു കഴിഞ്ഞാൽ ആ വിധി കൊണ്ട് അവസാനിക്കില്ല, അടുത്ത വേറെ രൂപതയിലേക്ക് അത് അപ്പീൽ കൊടുക്കണം. ആ അപ്പീൽ സ്വീകരിക്കുന്ന രൂപതയിലെ വിധി പ്രകാരമായിരിക്കും വിവാഹ കോടതി നിശ്ചയിക്കുക. ഇപ്പം അത് വേണ്ട, അപ്പീൽ കൊടുക്കുന്ന ആവശ്യമില്ല, അതാത് രൂപതയിൽ തന്നെ വിവാഹ കോടതി തീരുമാനിച്ചാൽ മതി. അതുകൊണ്ട് വളരെ എളുപ്പമായി മാറി. അപ്പം അങ്ങനെ നമ്മുടെ ഓരോ ഇടവയിൽ തന്നെ ഈ ഫ്രാൻസിസ് മാർപ്പാപ്പ വന്നതിന് ശേഷം പല വിധത്തിലുള്ള ആനുകൂല്യങ്ങൾ സഹായങ്ങൾ ലഭിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന കാര്യം കൂടി അവസരത്തിൽ നമ്മൾ അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. ദീർഘിപ്പിക്കുന്നതിലൂടെ പലർക്കും ഒരുപാട് കാര്യം പറയാനുണ്ട്, അതുകൊണ്ട് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. തീർച്ചയായിട്ടും നമുക്ക് പ്രാർത്ഥിക്കാൻ ഏറെ താമസിയാതെ ഒരു വിശുദ്ധ പദവിയിലേക്ക് എത്തുന്ന പുണ്യവാനായ ഫ്രാൻസിസ് മാർപ്പാപ്പയോട് നമുക്ക് മധ്യസ്ഥം വിളിച്ച് പ്രാർത്ഥിക്കാനും ഫ്രാൻസിസ് മാർപ്പാപ്പ ഒരു വിശുദ്ധ ഫ്രാൻസിസ് മാർപ്പാപ്പയെ ഞങ്ങൾക്ക് കൊണ്ട് അപേക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന ദിവസം എത്രയും വേഗം സംജാതമാക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും നമുക്ക് എല്ലാവരും നിങ്ങളുടെ എല്ലാവരുടെയും നന്മനസിനെ ദൈവം വീണ്ടും ശക്തിപ്പെടുത്തട്ടെ പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ ഇടയിൽ വാക്കുകൾ ഉപസംഹരിക്കുന്നു. അടുത്ത ടോംസ് പോൾസൺ സർ അതുപോലെ തന്നെ സഭയെ സ്നേഹിച്ചുകൊണ്ട് സഭയോടുകൂടി എന്നും നിലനിൽക്കാൻ ആഗ്രഹത്തോടുകൂടി സന്നിഹിതനായിരിക്കുന്ന സ്നേഹമുള്ള സഹോദരന്മാരെ, വളരെ മനോഹരമായിട്ട് നമ്മുടെ പരിശുദ്ധ സഭയുടെ തലവനായ ഫ്രാൻസിസ് പാപ്പായുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് തൊട്ടുകുറിച്ച് നമ്മെ ഓർമ്മിപ്പിക്കുകയുണ്ടായി. ഞാൻ അതിലൂടെ കടന്നു പോകുന്നില്ല.
നമുക്കറിയാം, പരിശുദ്ധ കത്തോലിക്ക സഭയുടെ തലവൻ എന്ന് പറയുമ്പോൾ മാർപ്പാപ്പയാണ്. ഈ മാർപ്പാപ്പയുടെ കീഴിലാണ് നാം എല്ലാവരും ഒരുമിച്ച് ചേരുന്നത്. ഞാൻ കുഞ്ഞായിരിക്കുമ്പോൾ അന്ന് പോളാറമ്മൻ മാർപ്പാപ്പയുടെ ഒരു ഫോട്ടോ എൻ്റെ വീട്ടിൽ, ബാക്കി ഫോട്ടോസ് വെച്ചിരിക്കുന്ന കൂട്ടത്തിൽ ചില്ലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങൾക്ക് ചെറുതായിരിക്കുന്ന സമയത്ത് അമ്മച്ചിയോട് ഞാൻ ചോദിച്ചു, ഇതാരാണ് ഈ തലയിൽ? നമുക്കറിയാമല്ലോ, അച്ഛൻ പറഞ്ഞ തൊപ്പിയെക്കുറിച്ച് പറഞ്ഞ മാതിരി ബാക്കിയുള്ള തൊപ്പിയേക്കാളെല്ലാം വ്യത്യസ്തമായിട്ട് ഒരു ചെറിയ തുണി കഷ്ണം തലയിൽ മടക്കി വെച്ചിരിക്കുന്നത് വരെ നമുക്ക് തോന്നും. ഞാൻ ഇന്നും ഓർക്കാറുണ്ട്, ഇതെങ്ങനെയാണ് തലയിലിരിക്കുന്നത്. അപ്പം അങ്ങനെ ഞാൻ അമ്മച്ചിയോടാണ് ചോദിക്കുന്നത് കുഞ്ഞായിരിക്കുമ്പോൾ, ഇതാരുടെ ഫോട്ടോ? ബാക്കി ഞങ്ങളുടെ ഫോട്ടോസൊക്കെ തന്നെ ചെറുതായിരിക്കുമ്പോൾ ഞങ്ങളുടെ ഫോട്ടോസൊക്കെ തന്നെ വരും. അപ്പം അമ്മച്ചിയാണ് എനിക്കിത് പറഞ്ഞു തരുന്നത്, ഇത് മാർപ്പാപ്പയാണ്, സഭയുടെ തലവനാണ്, മാർപ്പാപ്പയാണ് നമ്മെ നയിക്കുന്നത്. മാർപ്പാപ്പ പറയുന്ന കാര്യങ്ങൾ തെറ്റില്ല, പരിശുദ്ധാത്മാവിനാലാണ് മാർപ്പാപ്പയുടെ വാക്കുകൾ വിശ്വാസജനങ്ങളിലേക്ക് എത്തുന്നത്. ഇത് പറയുമ്പോൾ എൻ്റെ ഉള്ളിൽ ഇപ്പോഴൊരു വിറയെ തോന്നുന്നു. കാരണം അന്ന് അമ്മച്ചി പറഞ്ഞു തന്ന ഈ വാക്കുകൾ ഏറെ ശക്തമാണെന്ന് ഞാനത് മനസ്സിലാക്കിയത് ഉറച്ച് വിശ്വസിക്കുകയും ചെയ്യും. കത്തോലിക്ക സഭ നമ്മൾ പറയാറുണ്ട്, ഏകവും പരിശുദ്ധവും സ്ലൈകവും സാർവത്രികവുമാണ് കത്തോലിക്ക സഭ. ഈ കത്തോലിക്ക സഭയെ മനസ്സിലാക്കുന്നവർക്ക് മാത്രമേ കത്തോലിക്ക സഭയിൽ ഉറച്ച ബോധ്യങ്ങളോട് കൂടിയിട്ട് നിലനിൽക്കാൻ സാധിക്കുകയുള്ളൂ. ഇപ്പം നമ്മളൊക്കെ ഉച്ച സമയത്ത് ഇവിടെ ആയിരിക്കുമ്പോൾ പലപ്പോഴും പലരും എല്ലാവരും ചിന്തിക്കാൻ എന്തുകൊണ്ടാണ്, പക്ഷെ ഇതിനുവേണ്ടി സമയം ചിലവഴിക്കാനോ ഇറങ്ങിത്തിരിക്കാനോ നമുക്കാർക്കും സമയമില്ല. വീട്ടിലെല്ലാവരും മിക്കവാറും ഒത്തിരി പേര് ടി വിയുടെ മുന്നിലൊക്കെ ഇരിപ്പുണ്ടാവും. ഈ സമയങ്ങളിലൊന്നും നമ്മുടെ കർത്താവിന് വേണ്ടി, നമ്മുടെ സഭയ്ക്ക് വേണ്ടി അവിടെ വരെ ഒന്ന് പോകാം എന്നുള്ളതിനാരും മനസ്സിലാക്കുക. പ്രത്യേകിച്ച് അതിനുള്ള കാരണം മറ്റൊന്നാണ്, ഇവരുടെ ചിന്തകൾ ഈ പുരോഹിതൻ നമ്മുടെ ഇടവകയിൽ ഒരു ഇടവക വികാരിക്ക് അപ്പുറത്തേക്ക് ഉയർത്താനോ കാഴ്ച അല്ലെങ്കിൽ വിശുദ്ധമായ ഒരു കാഴ്ചപ്പാടോടുകൂടി ഈ വിശുദ്ധ ബലിയിൽ പങ്കെടുക്കുവാനോ ആർക്കും സാധിക്കാറില്ല. ഇവരുടെ കാഴ്ചപ്പാടിലെല്ലാം ഏറ്റവും വലുത് വരുന്നത് ഒരു വികാരി, അതിൻ്റെ അപ്പുറത്തേക്ക് ആർക്കൊന്നുമില്ല. ഞാനൊരു കഴിഞ്ഞിടയ്ക്കൊക്കെ പള്ളിയിൽ പോകുമ്പോൾ എന്നോട് എൻ്റെ അടുത്ത് വന്ന് മിണ്ടാൻ പോലും ആൾക്കാർക്ക് പേടിയാണ്. സംസ്കാര കർമ്മങ്ങൾക്കായിട്ട് പോയപ്പോൾ കൈ ആരും കാണാണ്ട് കുറേ കൂടെ വന്നിട്ട് കൈ ധരിച്ചാൽ ഞങ്ങളൊക്കെ കൂടെയുണ്ട്. നമ്മുടെ കൂടെ നിന്നിട്ട് എന്ത് കിട്ടാനാണ്? നമ്മുടെ കൂടെ നിന്നിട്ട് ആർക്കൊന്നും കിട്ടാനില്ല. പക്ഷെ നമ്മുടെ ചിന്തകളെ നമ്മൾ ഉയർത്തേണ്ടത് തമ്പുരാനിലേക്കാണ്. ഈ ഭൂമിയിലെ ഭൗതികമായി മറ്റും നമ്മുടെ എല്ലാം തീർത്തുകൊണ്ട് നമ്മൾ തിരികെ ചെല്ലേണ്ടത് നമുക്ക് ജന്മം നൽകിയ, നമ്മൾ ജനിക്കുന്നതിന് മുമ്പ് ഉള്ളം കയ്യിൽ തന്റെ പേര് എഴുതി വെച്ചിരിക്കുന്ന തമ്പുരാന്റെ മനസ്സിൽ തമ്പുരാൻ പറഞ്ഞിട്ടുണ്ട്, ഭൂമിയിൽ എന്നെ കുറിച്ച് നീ പബ്ലിക്കായിട്ട് പറയാം, അല്ലെങ്കിൽ എന്നെ കുറിച്ച് തള്ളി പറയുന്നത് ഞാനും എൻ്റെ പിതാവിന്റെ പക്കൽ തള്ളി പറയും. ഇത് നമുക്ക് തുറന്നു കിട്ടുന്ന ഒരു അവസരം. തമ്പുരാൻ പറയുന്നതിന് ഓരോരുത്തരെടുത്തത് ലോകമെങ്ങും പോയി സുവിശേഷം പ്രസംഗിക്കുക, തമ്പുരാന് സാക്ഷികളായി തീരുക. നമുക്ക് സാക്ഷികളായി തീരുവാനുള്ള ഒരു അവസരമാണ് നമ്മുടെ മുന്നിലേക്ക് ഒരുപക്ഷെ തമ്പുരാൻ വച്ച നീട്ടിയിരിക്കുന്നത്. ഇതിൽ പലരും ഭയന്നു പോകുക. നമുക്ക് എമ്മാവൂസിലെ ശിഷ്യന്മാരെ കുറിച്ച് നമ്മുടെ ദൈവവചനത്തിലൂടെ നമ്മൾ പറയും, രണ്ടുപേരും പോയപ്പോൾ ഇവരുടെ ഉള്ളിലുള്ള സംസാരം തമ്പുരാനെ കുറിച്ചാണ്. അപ്പൊ കൂടെ കൂടി അപരിചിതനായ ഈ മനുഷ്യൻ ഈശോ ഇവരോട് ചോദിക്കുന്ന ഇതാണ്, നിങ്ങൾ ആരെ കുറിച്ച്? അതൊരു പരീക്ഷയായിരുന്നു. കാരണം ഇവരെന്തുമാത്രം ധൈര്യപൂർവ്വം തമ്പുരാനെ വെളിപ്പെടുത്തുവാൻ ഇവർ ശക്തി ഇവരിലുണ്ട്, അത് ഇവർ മറച്ചു വെക്കുമോ എന്നുള്ള തമ്പുരാന്റെ ഒരു പരീക്ഷ തന്നെയാണ്. ചോദിക്കും, നിങ്ങൾ എന്തിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്? പക്ഷെ നമുക്കറിയാം ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മളൊക്കെ പരസ്യമായിട്ടൊരു അവസരമാണ് നമ്മൾ പറയുകയില്ലയോ, ക്രിസ്ത്യാനി എന്ന് പറയാൻ നമ്മൾ ധൈര്യം കാണിക്കുകയില്ലയോ എന്നുള്ളതൊക്കെ ഒരു അവസരം വരുമ്പോഴേ നമ്മൾ അറിയത്തുള്ളൂ. പക്ഷേ എമ്മാവൂസിലേക്ക് ശിഷ്യന്മാർ പറയുക, നീ ഏത് നാട്ടുകാരനാണ്, ഇവിടെ നടന്നൊന്നും നിനക്കറിയത്തില്ലേ എന്നൊക്കെ അറിഞ്ഞ ശേഷം ശരിക്കും പറഞ്ഞു അവരൊരു സുവിശേഷം തന്നെയാണ് തമ്പുരാന്റെ മുന്നിലേക്ക് പ്രസംഗിക്കുന്നത്. കാര്യങ്ങളെല്ലാം വിശദീകരിച്ചു കൊടുത്തിട്ടൊന്നും മനസ്സിലാകാതെ അവന്റെ കണ്ണുകൾ അടയ്ക്കപ്പെട്ടു. അവർക്ക് നഗ്നമായ അവരുടെ നേത്രങ്ങളിലൂടെ ഒരേ പാത്രത്തിൽ നിന്ന് ഭക്ഷിച്ചും ജീവിച്ചു വരുന്ന വ്യക്തികൾക്ക് കൂടെ ഉണ്ടായിരുന്നവർ തിരിച്ചറിയാൻ പറ്റാത്ത മാതിരി അവരുടെ ഹൃദയങ്ങളെ അടിച്ചു കളഞ്ഞു, കണ്ണുകളെ ബാഹ്യമ നേത്രങ്ങളെ അടച്ചു കളഞ്ഞതിന് ശേഷം തിരിച്ചവിടുന്ന അവരുടെ ഉള്ളിലെല്ലാം വിഷമിപ്പിച്ച സ്നേഹത്താൽ അവർ, നീ രാത്രിയായില്ലേ, പോകണ്ട, നമ്മുടെ കൂടെ വസിക്കൂ, നമ്മുടെ കൂടെ താമസിക്കൂ എന്ന് പറഞ്ഞ ശേഷം അവിടെ അപ്പം ഉയർത്തി മുറിച്ച് നൽകിയപ്പോഴാണ് അവരുടെ കണ്ണുകൾ തുറന്നത്. അപ്പൊ നമ്മൾ ചിന്തിച്ചാൽ മതി, നമ്മൾ കുറച്ച് പേര്
ധൈര്യപൂർവ്വം എന്ത് വന്നാലും സാരിയില്ല, ലോകം മുഴുവൻ എന്നെ വെറുത്താലും എൻ്റെ തമ്പുരാന് വേണ്ടി ഞാൻ ഉറച്ച ബുദ്ധിമുട്ട് നിലകൊള്ളും എന്നുള്ളൊരു ആത്മീയമായ ഉണർവും ശക്തിയും നമ്മളിൽ ഉള്ളത് കാരണമാണ് ഞാൻ പലപ്പോഴും നോക്കാറുണ്ട്, എല്ലാവരും കുറെ മുടി നരച്ചൊരു പ്രായമായവരൊക്കെ തന്നെ ഇവിടെ ഇരിക്കുന്നു. അപ്പൊ നമ്മളിൽ ആ ഒരു ഉറച്ച ബോധ്യം നമ്മളിൽ ഉള്ളത് കാരണമാണ് എന്ത് വന്നാലും വേണ്ടില്ല, എന്ത് നഷ്ടപ്പെട്ടാലും വേണ്ടില്ല, ഈ ഭൂമിയിലെ ഓട്ടം പൂർത്തിയാക്കി സ്വർഗത്തിലേക്ക് നമ്മൾ ചെല്ലുമ്പോൾ അവിടെ നമുക്ക് വേണ്ടിയുള്ള നിത്യകവാടം നമുക്കായി തുറന്നു കിട്ടണം. നമ്മൾ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, ഇവിടെ എല്ലാം എല്ലാവരും എല്ലാം സമ്പാദിച്ചു കൂട്ടും, സമ്പാദിച്ചു കൂട്ടി ലാസ്റ്റ് പോകേണ്ടത് എങ്ങോട്ടാണ് പറയാം. അവസാനം അവിടെ ചെല്ലുമ്പോൾ നോക്കാം. നമ്മളിന്ന് മനസ്സിലാക്കി നമ്മുടെ 2, 3, 5, 10 തലമുറകൾ മുമ്പ് മരിച്ചു പോയ ഒരു കാലങ്ങൾ എത്രയായി, അവിടെ എന്ത് ചെയ്യായിരിക്കും, എവിടെയായിരിക്കും. ഈ ശരീരത്തിലൂടെ സമ്പത്തെല്ലാം വേണ്ടി മരണം നമ്മെ വിളിച്ചു പോകുമ്പോൾ മരണത്തോടുകൂടി നമ്മുടെ ആത്മാവ് യാത്ര സ്വന്തമായ ശരീരത്തിൽ നിന്ന് ഇതിനെല്ലാം ഉപേക്ഷിച്ചിട്ടുണ്ട്. ആത്മാവിൽ നിന്ന് ഒരൊറ്റ ഓട്ടമുണ്ട്. നമ്മളൊന്നും ചെയ്യാത്തവരാണെങ്കിലും ആ ഒരു ഓട്ടത്തിൽ എല്ലാവരും ലക്ഷ്യം സ്വർഗമായിരിക്കും. ഈ സ്വർഗത്തിലേക്കുള്ള നമ്മുടെ സമ്പാദ്യ നിക്ഷേപങ്ങളാണ് ഈ ഭൂമിയിലുള്ള നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്യുന്ന സുവിശേഷാത്മകമായ ജീവിതത്തിലെ നല്ല പ്രവൃത്തികൾ. ഈ സൽപ്രവൃത്തികളിലൂടെ വരുന്ന നമ്മളെല്ലാം ഭൂമിയിൽ ഇപ്പൊ നമ്മൾ ജീവിക്കുമ്പോൾ നമ്മളുടെ ഈ പ്രവർത്തനങ്ങൾ സുവിശേഷത്തിന്റെ സന്മാർഗത്തിലൂടെയാണ് നമ്മളെല്ലാവരും കാണിച്ചു കൊടുക്കുക. പലപ്പോഴും പലരൊക്കെ മുഖം മറച്ചൊക്കെ നിൽക്കാറുണ്ട്, പലപ്പോഴും പലതിനെ കുറിച്ച് പേടിക്കാറുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ നമുക്കറിയാം, ഈ ജമ്മുവിൽ നടന്ന വിസിറ്റേഴ്സിനിടയ്ക്ക് നമ്മളെക്കാളൊക്കെ എത്രയോ പിന്നിലായിട്ട് അല്ലെങ്കിൽ വളരെ ഏർലിയസ്റ്റ് ആയിട്ട് പക്ഷെ ഒരു ക്രിസ്തുമതം സ്വീകരിച്ചവനായിരിക്കാം ആ സുശീൽ നഥാനിയേൽ. എനിക്ക് അത്ഭുതം തോന്നിപ്പോയത് എങ്ങനെ അവനത് പറയാൻ സാധിച്ചു. ധൈര്യപൂർവ്വം ഐ ഡോണ്ട് നോ, ഞാൻ ക്രിസ്ത്യാനിയാണ്, ഒരു വലിയൊരു സുവിശേഷത്തിന് സാക്ഷിയായി തീർന്ന ഒരു വ്യക്തിത്വം ലോകം മുഴുവൻ അവന്റെ പേരും അവനെ ലോകം മുഴുവൻ ശ്രദ്ധിക്കപ്പെട്ടു. അവിടെ ഇതിന്റെ അപ്രൈസിൽ പോയി സ്വർഗസ്ഥനായ പിതാവിലേക്ക്, നമ്മുടെ തമ്പുരാനിലേക്ക് പോയി. അതിന് വലിയൊരു നേട്ടമാണ് കുടുംബത്തിന്, നാടിന്. ഒരുപക്ഷെ നാടിനെ കുറിച്ച് പറഞ്ഞില്ലേ ക്രിസ്ത്യാനിയാണ് എന്ന് നമ്മൾക്ക് നോക്കിയാൽ നമ്മുടെ നാട്ടിൽ മാത്രമേ ഇത്രയും സ്നേഹത്തോടു കൂടി വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. ഞാൻ 16-17 വർഷമൊക്കെ നോർത്തിലൊക്കെ ഞാൻ കിടന്നിട്ടുണ്ട്, പട്ടാളത്തിലൊക്കെ ആയിരിക്കും. ഇന്നൊട്ടും പോലും സാധിക്കാത്തൊരു അവസരത്തിലാണ് ഇങ്ങനോട് പറയുന്നത്. ഇനി പരിശുദ്ധ മാപ്പയെ കുറിച്ച് പറയുമ്പോഴും അതോടൊപ്പം നമ്മുടെ സഭയെ കുറിച്ച് ചിന്തിക്കുമ്പോൾ എൻ്റെ ഉള്ളിലേക്ക് ആദ്യം വരുന്നത്, എൻ്റെ ഇടവകയിൽ നിന്നും മാറിപ്പോയൊരു അച്ഛൻ ഇടവകയിൽ ഒരു ആവശ്യത്തിന് വേണ്ടി നമ്മുടെ ഇടവകയിൽ വരികയാണ്. ഈ വന്നു കഴിഞ്ഞപ്പോൾ അച്ഛനോട് ഞാൻ ചോദിച്ചു, അച്ഛാ എങ്ങനെയാണ് വന്നത്? അച്ഛൻ ആദ്യം പറഞ്ഞത്, ഞാൻ കാളവണ്ടിക്ക് വരണമെന്നാണ് ഉദ്ദേശിച്ചത്, പക്ഷെ കാറിനാണ് വന്നത്. പാപ്പ ഞങ്ങളോട് അങ്ങനെയല്ലേ പറഞ്ഞിരിക്കുന്നത്, കാറിനും വലിയ വാഹനങ്ങളൊന്നും സഞ്ചരിക്കും. പക്ഷെ ഇപ്പൊ ഞാനിപ്പോൾ കാണുന്ന അന്ന് തൊട്ടേ നമ്മുടെ പുരോഹിതരുടെ ഉള്ളിൽ അച്ഛൻ ക്ഷണിക്കുന്ന കേട്ടോ, അറിയുന്നത് പറയാണ്ട് പോകാൻ പറ്റത്തില്ല. ഇപ്പൊ ചിന്തിച്ച് പോകുമ്പോൾ ഓരോ കാര്യങ്ങൾ മനസ്സിലാക്കുക. അപ്പൊ പറയരുത് കാളവണ്ടിക്ക് വരണമെന്ന്. കാരണം ഞങ്ങളോട് വണ്ടിയിൽ വലിയ വലിയ വാഹനങ്ങൾ സഞ്ചരിക്കും, ടാക്സി സഞ്ചരിക്കും, ഞങ്ങൾ എയർപോർട്ട് പുരോഹിതരാകരുതെന്നാണ് പറഞ്ഞിരിക്കുന്നതെന്ന് നമ്മളൊക്കെ അറിഞ്ഞ സംഭവങ്ങൾ തന്നെ. അപ്പൊ അന്ന് തൊട്ടേ ഉള്ളിൻ്റെ ഉള്ളില് ഈ ഒരു വിദ്വേഷവും വെറുപ്പും അന്നുകൊണ്ട് നമ്മുടെ അമ്മച്ചിയപ്പച്ചന്മാരൊക്കെ നമുക്ക് പഠിപ്പിച്ച് പകർന്നു തന്ന ആ വിശ്വാസത്തിന് അഗെയിൻസ്റ്റ് ആയിട്ടുള്ളൊരു വിശ്വാസത്തെ നമ്മളൊക്കെ പെട്ടെന്ന് ചിന്തിച്ചു പോയി. എങ്ങനെയാണ് ഒരു പുരോഹിതൻ പറയാൻ സാധിക്കുക? എന്തൊക്കെയാണെങ്കിൽ നമ്മളിന്ന് ഇവിടെ കൂടിയിരിക്കുമ്പോൾ നമ്മളറിയാം പലതരത്തിലുള്ള മെസ്സേജുകളും കാര്യങ്ങളൊക്കെ കാണാറുണ്ട്. നമ്മളെയൊക്കെ അപേക്ഷിച്ചിട്ട് നമുക്കറിയാം മാർപ്പാപ്പ എന്ത് പറയുന്നു അതിനപ്പുറത്ത് നമുക്കൊരു ചിന്തയില്ല. സഭയുടെ തലവൻ, അതാണ് നമുക്ക് ദൈവം. അതിലൂടെ ആത്മാവിന്റെ ശക്തിയാൽ പറയുന്ന കാര്യങ്ങൾ ഉൾക്കൊള്ളുക എന്നുള്ളതല്ല. ഏത് സ്ഥാപനത്തിലാണ് എവിടെയാണ് അങ്ങനെയുള്ളത്? ഇത്തരത്തിലൂടെ നമ്മെ എല്ലാം ഒരുമിച്ച് ചേർത്ത് പിടിച്ചുകൊണ്ട് ഒരു കുടക്കീഴിലാക്കിക്കൊണ്ട് നമ്മെ നയിക്കുവാൻ വേണ്ടി തൻ്റെ കിട്ടിയ കൊച്ചു സമയം മുഴുവനായിട്ട് പ്രവർത്തിച്ചുകൊണ്ട് ലോക ജനതയുടെ മുഴുവൻ ഹൃദയം കവർന്നെടുത്തുകൊണ്ട് എന്ന് തന്നെ നമുക്ക്, ഞാൻ കഴിഞ്ഞ ദിവസം ഒരു യാത്ര ഞാൻ നോക്കി, ഇന്ന് മാർപ്പാപ്പ മരിച്ചതിന് ശേഷം എല്ലാ സ്ഥലങ്ങളും ഇതിലെ പോയി എല്ലായിടത്തും മാർപ്പാപ്പയുടെ ഫോട്ടോസിലെ വെച്ച് എല്ലായിടത്തും വെച്ചിരിക്കുന്നത് കാണാം. പക്ഷെ ഞാൻ ഒന്ന് ശ്രദ്ധിച്ചിരുന്നു, എൻ്റെ ഇടവക ദേവാലയത്തിൽ വെച്ചത് ഒരു ദിവസത്തിന് ശേഷമാണ് എൻ്റെ ഒരു ദിവസം വെച്ച് 2 ദിവസത്തിന് ശേഷമാണ് എൻ്റെ ഇടവകയിൽ ഈ ഒരു സമയം. ഞാൻ എൻ്റെ കപ്പിയാരെ അന്ന് തന്നെ വിളിച്ചു. ഞാൻ പറഞ്ഞു, ചേട്ടാ
അച്ഛനുണ്ടോ അവിടെ? അച്ഛൻ വല്ലതും പറഞ്ഞോ? നമ്മുടെ മാർപ്പാപ്പ മരിച്ചു കഴിഞ്ഞാൽ പള്ളിയിൽ മണി അടിക്കുന്ന പ്രൊസീജിയർ ഉണ്ട്, അത് അച്ഛൻ പറഞ്ഞോ? അപ്പൊ ഇല്ല, ഞാൻ കൊടി കെട്ടിയിട്ടുണ്ട്, ബാക്കി അച്ഛൻ അച്ഛൻ ഉറങ്ങാണ്. അച്ഛൻ ഉറക്കാണോ? അച്ഛൻ ഉറക്കഞ്ഞ് എഴുന്നേറ്റ് ചോദിക്കാം, അച്ഛനോട് പറയാൻ കഴിയാൻ പറ്റുന്നില്ല. എനിക്ക് വളരെ വേദന തോന്നിപ്പോയി. നമ്മുടെ അപ്പച്ചനൊക്കെ വയ്യാന്നൊക്കെ നമ്മളൊക്കെ ഇങ്ങനെ കാവലിരിക്കുകയായിരുന്നു പാവം അപ്പൻ്റെ കൂടെ. അവസാനം എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് അപ്പച്ചൻ എങ്ങനെയുണ്ട്, സുഖമാണോ, അപ്പച്ചന് സന്തോഷമാണോ, ഇതൊക്കെ ചോദിച്ചിരിക്കും. ഇവർക്ക് യാതൊരു ചിന്തയില്ല. സ്വന്തം ബന്ധങ്ങൾ തമ്പുരാൻ പറഞ്ഞിട്ട് നീ എന്നെ അനുഗമിക്കാൻ ആഗ്രഹം, നിനക്കുള്ളതെല്ലാം ഉപേക്ഷിച്ച് നിന്റെ കുരിശു എടുത്തു എന്റെ പിന്നാലെ വരാൻ പറഞ്ഞിട്ട് ആ വിളി സ്വീകരിച്ചുകൊണ്ട് സ്വന്തം ബന്ധങ്ങൾ ഉപേക്ഷിച്ചിട്ടാണോ സ്വാർത്ഥ താല്പര്യത്തോടു കൂടിയാണോ സഭയിലേക്ക് വന്നിട്ട് ഈ ഒരു അവസ്ഥയിൽ നിൽക്കുമ്പോൾ ഈ അപ്പൻ മറന്നുകൊണ്ട് കിടന്നുറങ്ങി. മറ്റെല്ലാ മെസ്സേജുകളും ഒരു പക്ഷെ നോക്കാറുണ്ട്. ആ ദിവസം മണിയടിച്ചിട്ട് ഇതൊന്നും വെച്ചിട്ട് വിഷമം തോന്നിപ്പോയി. എങ്ങനെയത് ചെയ്യാൻ സാധിക്കും? സ്വന്തമാണ് നമുക്ക് ഇതിനിടയ്ക്ക് ഓരോ മെസ്സേജുകളൊക്കെ നമ്മൾ കണ്ടു. ഇത്തരത്തിലൂടെ നമ്മെല്ലാം ഒരുമിച്ച് ചേർക്കാൻ വേണ്ടി ആജീവനാന്തം പരിശ്രമിച്ചപ്പോൾ തന്റെ കാലം ചെയ്ത കാര്യങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ കേട്ടു. വാട്സാപ്പിലൂടെ പേപ്പറിലൂടെ ഒക്കെ നമ്മളെല്ലാ കാര്യങ്ങളും. ഇനിയിപ്പോ എല്ലാവരും ഉള്ളത് അടുത്ത പാപ്പ വരുമ്പോ എന്തായിരിക്കും എന്നുള്ളതാണ് എല്ലാവരുടെയും ചിന്ത. ആരായിരിക്കും വരിക, എന്തായിരിക്കും വരിക, ഞങ്ങളായിരിക്കുമോ, ഞങ്ങൾ പറയുന്ന അങ്ങോട്ട് കേൾക്കുമോ, ഇങ്ങോട്ട് കേൾക്കുമോ, ഇങ്ങനെ കുറെ ചിന്ത. സ്നേഹമുള്ളവരെ, നമ്മളിതൊക്കെ ചിന്തിക്കുമ്പോൾ ഓർക്കുക, മരണം നമ്മുടെ എല്ലാവരുടെയും മൂക്കിൻ്റെ താഴെ. ഞാനീ പറഞ്ഞു തരുന്ന എൻ്റെ വാക്കുകൾ പൂർത്തിയാക്കുമോ ഇല്ലയോ എന്ന് എനിക്ക് തന്നെ അറിയാൻ പാടില്ല. അപ്പൊ നമ്മളെല്ലാവരും മറ്റു തരത്തിലുള്ള ഭൗതികമായ നേട്ടങ്ങളിലൂടെ നമ്മൾ ഓടാൻ ശ്രമിക്കുമ്പോൾ ഒരു കാര്യം ഓർക്കുക, എൻ്റെ മരണം എൻ്റെ തൊട്ടുകൂടെയുണ്ട്. ഫ്രാൻസിസ് മരണത്തെ സഹോദരി എന്ന് വിളിച്ചാണ് സ്വീകരിക്കുക. നമ്മളുടെ മുന്നിൽ മരണം എല്ലാവരോടൊപ്പം ഉണ്ട്. മരിച്ചു കഴിയുമ്പോൾ അവൻ തീർന്നു കഴിഞ്ഞാൽ അവൻ്റെ കാര്യം പോട്ടെ എന്ന് പറയുന്നത് ആകരുത് നമ്മളുടെ ജീവിതം. അതെല്ലാം മാറിക്കിട്ടി എനിക്ക് വേറെ ഞാൻ ചെയ്യിക്കണം എന്നുള്ളതിനുപരി നമ്മൾ വേറെ പിരിഞ്ഞു പോയ ഫ്രാൻസിസ് പാപ്പ നമുക്ക് വേണ്ടി ക്രിസ്തുവിനെ തന്നെ ലോകത്തിന് കാണിച്ചു കൊടുത്ത ഒരു നേതാവ് എന്ന് പറയുന്ന ഒരു ആത്മീയ നേതാവ് നമ്മുടെ മുന്നിലുണ്ട്. അദ്ദേഹം പകർന്നു നൽകി നമുക്കറിയാം, എല്ലാത്തിനും ഒരു കുടക്കീഴിലാക്കി നിർത്തണം എന്നുള്ള വലിയ ആഗ്രഹത്തോടു കൂടി തന്നെ എല്ലാ പ്രവർത്തനങ്ങളും നമ്മളെല്ലാം ഒത്തിരി വർഷങ്ങളായിട്ട് നമ്മൾ ഇത് തന്നെ റിപ്പീറ്റ് ചെയ്തുകൊണ്ട് എല്ലാവരും വികസിപ്പിക്കും. ഈ അവസരത്തിൽ ഒരു ദൈവസേന്റെ റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ 5-ാം അധ്യായം 5-ാം വാക്യം, പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല, കാരണം നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിലൂടെ ദൈവത്തിന്റെ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ചൊരിയപ്പെട്ടിരിക്കുന്നു. ഈ ഒരു പ്രത്യാശ നമ്മുടെ ഉള്ളിൽ നമുക്ക് കാസൂക്ഷിക്കാം. കാലങ്ങൾക്ക് മുൻപ് ഒരു രക്ഷകനെ കാത്തിരിക്കുന്ന പഴയ നിയമത്തിലെ ജനതയെ പോലെ ഇതെല്ലാം ആയേ മതിയാവും. പലപ്പോഴും പലരും ചോദിക്കാറ്, സാർ ഇതെന്തെങ്കിലും ആവോ? എന്നിട്ട് ചിലരൊക്കെ തിരിച്ചു പോയി, ഞാൻ പള്ളിയിലേക്ക് തന്നെ പോവുകയാണ്, ഇടയ്ക്കൊക്കെ ഒന്നോടെ പോയില്ലെങ്കിൽ മനുഷ്യരുമായിട്ടുള്ള ബന്ധങ്ങൾ നഷ്ടമാകും. നമ്മൾ സുവിശേഷത്തിലൂടെ നമുക്ക് നോക്കിയറിയാം. ഈശോ മരിച്ചു കഴിഞ്ഞപ്പോൾ പയ്യ ശിഷ്യന്മാരും പറയുന്നുണ്ട്, ഇനി നമ്മൾ എന്തിനാ നിൽക്കുന്നത്, ഇനി ആരുമില്ല, ഞാൻ പിടിക്കാൻ പോകുക. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഓരോ വാക്കുകൾ എടുക്കുമ്പോൾ സുവിശേഷമായിട്ട് നമ്മളൊന്ന് ലിങ്ക് ചെയ്തു. എല്ലാ കാര്യങ്ങളും നമ്മുടെ ഓരോ പ്രവൃത്തികളും ഈ സുവിശേഷമായിട്ട് ലിങ്ക് ചെയ്യുമ്പോൾ നമുക്ക് നമ്മളെ നഷ്ടപ്പെടാതെ തിരികെ വരുവാനും ക്രിസ്തുവിനോട് ചേർന്ന് സഭയുടേതായ സഭയ്ക്കൊപ്പം നിലകൊള്ളുവാനുമുള്ള ഒരു ആത്മീയമായ എനർജി തമ്പുരാൻ നമ്മളിലേക്ക് തരുന്നു. അത് നമ്മുടെ ചിന്ത 24 hours എപ്പോഴും നമ്മളുടെ ചിന്ത ദൈവവചനവും തമ്പുരാനെ കുറിച്ചുള്ളതാണെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ എന്നുള്ളത് നമ്മുടെ എമ്മാവൂസിലേക്ക് ശിഷ്യന്മാർക്ക് ആ വചനത്തിലൂടെ നമ്മുടെ ഉള്ളിലേക്ക് ചിന്തിക്കണം. കാരണം അവിടെ ഉണ്ടായ സംഭവത്തിന് കാരണം അവരുടെ ചിന്ത ഇതായിരുന്നത് മാത്രമാണ്. അല്ലെങ്കിൽ മറ്റു വിഷയങ്ങളായിരുന്നെങ്കിൽ അവിടെ ഒരു വിഷയം തമ്പുരാൻ അവരുടെ ചോദിക്കാൻ പോകും. സ്നേഹമുള്ളവരുടെ ഈ അവസരത്തിൽ നമ്മൾ വേർപിരിഞ്ഞു പോയ പരിശുദ്ധ പാപ്പ എത്രയും പെട്ടെന്ന് തന്നെ നമ്മുടെ മുന്നിലേക്ക് ഒരു വിശുദ്ധനായി നമ്മുടെ മുന്നിലേക്ക് ആയിത്തീരട്ടെ എന്നും വിശുദ്ധ ഗണത്തിലേക്ക് ചേർക്കട്ടെ എന്നും നമുക്ക് പ്രാർത്ഥിക്കാം. അതോടൊപ്പം തന്നെ നമ്മുടെ ജീവിതത്തിൽ വിശുദ്ധമായ ജീവിതത്തിലൂടെ നമുക്ക് മറ്റുള്ളവർക്ക് മാതൃകയായി തീരുവാൻ അതിനുള്ള പ്രചോദനം സർവശക്തനായ തമ്പുരാൻ നൽകട്ടെ എന്ന് ആശംസിക്കുന്നതിനോടൊപ്പം പരിശുദ്ധ പാപ്പായുടെ വേർപാടിൽ ശൂന്യത
ക്രൈസ്തവരായ നാം എല്ലാവരിലും സർവശക്തനായ തമ്പുരാൻ ധാരാളമായ അനുഗ്രഹങ്ങൾ വർഷിക്കട്ടെ എന്ന് തൃപ്പൂണിത്തുറ ഫൊറോന എല്ലാ ഇടവാംഗങ്ങളുടെയും പേരിൽ ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് ഈശോമിശിഹായെ സ്തുതിയായിരിക്കും. നമുക്കെല്ലാം സുപരിചിതനായ അഡ്വക്കേറ്റ് പോളച്ചന്ദ് പാസാറിന് കർത്തവ്യമായി ക്ഷണിച്ചു. വേദിയിലും സദസ്സിലും ഇരിക്കുന്ന മഹത് വ്യക്തികളെ നമസ്കാരം. ഫ്രാൻസിസ് മാർപ്പാപ്പയെ അനുസ്മരിക്കാൻ നാം നടത്തുന്ന ഈ സമീപത്തിൽ നമുക്കാർക്കും തർക്കമില്ലാത്ത സംശയമില്ലാത്ത ഒരു കാര്യമാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ വിശുദ്ധമായ ഒരു വ്യക്തി പ്രഭാവത്തിൻ്റെ ഉടമയായിരുന്നു എന്നത്. നമുക്കറിയാം, മാർപ്പാപ്പമാര്